BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയം പ്രോത്സാഹിപ്പിക്കുവാനാവില്ല. വായ്പ എഴുതിത്തള്ളുവാൻ താൽപര്യമില്ലെങ്കിൽ അത് പറയണം ഹൈക്കോടതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേന്ദ്ര സർക്കാർ നിലപാട് അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നതെന്നും കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പരിധിയിലുള്ള ബാങ്കുകളുടെ വിവരങ്ങൾ കൈമാറുവാൻ കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന് അധികാരം ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. എഴുതിത്തള്ളുവാൻ താൽപര്യമില്ലെങ്കിൽ അത് പറയുവാനുള്ള ആർജവം കാണിക്കണമെന്ന കേന്ദ്രത്തോട് ഹൈക്കോടതി. അധികാരമില്ല എന്ന ന്യായം അല്ല പറയേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ് എന്നിവർക്ക് പണം അനുവദിച്ചല്ലോ എന്ന് കോടതി ചോദിച്ചു. വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ച കേന്ദ്ര സർക്കാരിന്റെ മറുപടിയോട് ഫാന്റാസ്റ്റിക് എന്നാണ് പരിഹാസരൂപേണ ഹൈക്കോടതി പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാർ പരിധിയിലുള്ള ബാങ്കുകളുടെ വിവരങ്ങൾ കൈമാറണമെന്നും അവരെ കക്ഷി ചേർക്കാം എന്നും കോടതി പറഞ്ഞു. അവരുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ റിക്കവറി നടപടികൾ നിർത്തിവെക്കുവാൻ ഉത്തരവിടുമെന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയം പ്രോത്സാഹിപ്പിക്കുവാനാവില്ലെന്ന് കോടതി വിമർശിച്ചു. 8.25 അട്ടിവച്ചതുപോലെ പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച നിയമസഭയിൽ മുഖ്യമന്ത്രി. പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച നിയമസഭയിൽ മുഖ്യമന്ത്രി 8.25 അട്ടിവെച്ച പോലെ ഒരാൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുവാൻ പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടത്? അവരുടെ കൂട്ടത്തിലുള്ള വനിതാ വാച്ച് ആൻഡ് വാർഡിനെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ. സാധാരണ നിലയ്ക്ക് എന്റെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ട്, 8.25 അട്ടിവെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ ആക്രമിക്കുവാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പരാമർശം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പുരോഗമനവാദികളാണെന്ന് പറയുന്നവരുടെ വായിൽ നിന്നും വരുന്നത് ഇത്തരം പരാമർശങ്ങളാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. 8.25 അട്ടിവെച്ചതുപോലെ ഉയരക്കുറവുള്ള ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കയറിയത്. അയാൾക്കൊരു ആരോഗ്യവുമില്ല. അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചാണ് അത് ചെയ്തതെന്ന്. ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ? അവരോട് അദ്ദേഹത്തിന് എന്താ ദേഷ്യവും അവജ്ഞയും? ഇത് ബോഡി ഷേമിംഗ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 67,000 മനുഷ്യജീവനുകൾ, ഭാരമേറിയ 20,000 കുഞ്ഞു ശവപ്പെട്ടികൾ, 4,36,000 കെട്ടിടങ്ങൾ. ഗസയിലെ മണ്ണിന്റെ വിലയൊടുക്കിയതാരെന്ന് അന്വേഷിക്കുമ്പോൾ എന്റെ മാതൃഭൂമി വിറ്റതാരെന്ന് എനിക്കറിയില്ലെങ്കിലും അതിന്റെ വിലയൊടുക്കുന്നതാരെന്ന് കാണുന്നു എന്ന് പലസ്തീൻ ദേശീയ കവി മഹ്മൂദ് ദാർവിഷ് പറഞ്ഞിട്ട് 50 വർഷം കഴിയുന്നു. ഗസ മാതൃഭൂമിയുടെ വില രക്തമായും കണ്ണീരായും ഒടുക്കുന്നത് യുദ്ധം തുടങ്ങി 2 വർഷം കഴിയുമ്പോഴും തുടരുന്നു. നേതാക്കൾ ചർച്ചകൾ തുടരുമ്പോഴും ഗസയിൽ നിലവിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. 67,000 മനുഷ്യജീവനുകൾ, പരിക്കേറ്റ 1,70,000 പേരുടെ രക്തവും പ്രാണവേദനയും, ഭാരമേറിയ 20,000 കുഞ്ഞു ശവപ്പെട്ടികൾ, മനുഷ്യർ അധ്വാനിച്ച് കെട്ടിപ്പൊക്കിയ 4,36,000 കെട്ടിടങ്ങൾ എന്നിവ ഗസ വിലയായി നൽകിക്കഴിഞ്ഞു. ഞങ്ങളും ഞങ്ങളുടെ മണ്ണും ഒരേ മാംസവും ഒരേ അസ്ഥികളുമാണെന്ന് ദാർവിഷിന്റെ മറ്റൊരു കവിത പറയുന്നു. ഗസയുടെ മണ്ണും വായുവും ജീവജാലങ്ങളും കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും മനുഷ്യർ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളും അവരുടെ സ്വപ്നങ്ങളും ചേർന്നാണ് യുദ്ധത്തിന്റെ വിലയൊടുക്കിയത്. ഗസയുടെ നഷ്ടങ്ങൾ ഇനിയെങ്കിലും ലോകമനസാക്ഷിയെ അസ്വസ്ഥമാക്കേണ്ടതുണ്ട്. അയ്യപ്പ വിഗ്രഹം കൂടി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. സ്വർണം മോഷ്ടിച്ച് വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് കടകംപള്ളിക്കറിയാം, VD സതീശൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റു. കടകംപള്ളിയോട് ചോദിച്ചാൽ ആർക്കാണ് വിറ്റതെന്നറിയാം. സ്വർണം ചെമ്പാക്കിയ രാസവിദ്യ ആണ് നടന്നത്. ഒരു പത്രസമ്മേളനം നടത്തി സർക്കാരിന് പറയാനുള്ളത് പറയണ്ടേ? എന്താണ് ഇത്രയും നാളായി മിണ്ടാതിരിക്കുന്നത്? കോൺഗ്രസ് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുമെന്നും VD സതീശൻ അറിയിച്ചു. കട്ടളപ്പടിയും വാതിലുമെല്ലാം അടിച്ചുകൊണ്ടുപോയി. ഇപ്രാവശ്യം അയ്യപ്പ വിഗ്രഹം കൂടി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ എന്നും VD സതീശൻ ആരോപിച്ചു. സ്റ്റേറ്റ് പോലീസിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. സർക്കാരിനോടല്ല
SIT രൂപീകരിക്കുവാൻ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനുള്ള അന്വേഷണത്തിനെതിരല്ല. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്താണ് ഇത് വിറ്റത്. ഇനി കൊണ്ടുപോകുവാൻ അയ്യപ്പ വിഗ്രഹം മാത്രമാണുള്ളത്. അതിനുവേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ എല്ലാവരും കുടുങ്ങുമെന്നും സതീശൻ വ്യക്തമാക്കി. അടിച്ചുമാറ്റാൻ കഴിയുന്ന മുഴുവൻ സാധനങ്ങളും അടിച്ചുമാറ്റി. മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം. സഭയിൽ പ്രകോപനമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന മാനസിക നില തെറ്റിയ ആളുടേത്. പുകമറ സൃഷ്ടിക്കുന്ന ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന മാനസിക നില തെറ്റിയ ആളുടേതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. അധികാരത്തിന് വേണ്ടി ആർത്തിമൂത്ത ആളുടേത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദ്വാരപാലക ശില്പം കടകംപള്ളി സുരേന്ദ്രൻ ഇടനില നിന്ന് കോടീശ്വരനെ വിറ്റു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അദ്ദേഹത്തിന് ആണത്തവും തന്റേടവുമുണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി. ആണത്തം പരാമർശം പിൻവലിക്കുന്നതായും അൺപാർലമെന്ററി പരാമർശം വൈകാരികമായി നടത്തിയതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിന് തെളിവായിരുന്നു ഇന്നത്തേതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്തും പറയാമെന്നുള്ള നില സ്വീകരിക്കരുത്. യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുമെന്നായപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പുകമറ സൃഷ്ടിക്കുന്ന ആരോപണങ്ങൾ എല്ലാം. കോൺഗ്രസ് സംഘടനാ നേതാക്കളുടെ കാര്യങ്ങൾ എല്ലാം പുറത്തുവരുന്നു. ചില കള്ളന്മാർ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന്റെ പകുതി സമർപ്പിച്ച് പ്രൈവറ്റ് ആദ്യഗാനം പുറത്ത്. ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന്റെ പകുതി സമർപ്പിച്ച് പ്രൈവറ്റ് ചിത്രത്തിലെ ആദ്യഗാനം റിലീസായി. ഗസയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന്റെ പകുതി പങ്കുവച്ചുകൊണ്ടാണ് പ്രൈവറ്റ് സിനിമയുടെ എലോൺ എന്ന പേരിലുള്ള ഫസ്റ്റ് സിംഗിൾ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ടൈറ്റിൽ കാർഡിന്റെ ഫ്രെയിമിൽ പലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള ഓഡിയോ വേവും ശ്രദ്ധേയമാണ്. കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇന്ദ്രൻസും മീനാക്ഷി അനൂപും പ്രധാന വേഷത്തിലെത്തുന്ന പ്രൈവറ്റിന്റെ ഫസ്റ്റ് സിംഗിളിൽ അണിയറക്കാർ ഉയർത്തിയിട്ടുണ്ട്. സരിഗമയാണ് ഗാനം പുറത്തിറക്കിയത്. ഇന്ദ്രൻസ്, മീനാക്ഷി അനൂപ്, അന്നു ആന്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ദീപക് ഡിയോൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പ്രൈവറ്റ് ഒക്ടോബർ 10 പ്രദർശനത്തിനെത്തുന്നു. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം 10 മാസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചത് 97 പേർക്ക്. സംസ്ഥാനത്ത് അതീവ ജാഗ്രത. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. 10 മാസത്തിനിടെ 97 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിലവിൽ 3 ആക്ടീവ് കേസുകളാണ് ഉള്ളത്. രോഗ ഉറവിടം കണ്ടെത്തുവാൻ സാധിക്കാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ മധ്യവയസ്കനാണ് സംസ്ഥാനത്ത് അവസാനമായി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 57 വയസ്സുകാരന്റെ രോഗ ഉറവിടം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. രോഗം ബാധിച്ച് കൊല്ലം ഇടവട്ടം സ്വദേശി മരിച്ചതും കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ 9 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.